എൻ്റെ ശബ്ദം ക്ലിയറാണ്. ഞാൻ വീഡിയോ ഓക്കെ ആണ്. ഇന്ന് പകൽക്കാലം പ്രകാരം ദൈവചനമായി വിനായക അവസരം തന്നതോർത്ത് ഞാൻ അധികമായി ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യം തന്നെ സ്തുതിക്കുന്നു, നമുക്ക് ദൈവത്തിന് അർപ്പിക്കുവാണ്. പ്രത്യേകിച്ച് സ്തോത്രം പകൽക്കാലം എന്നോട് നിമിഷം പറഞ്ഞപ്പോൾ എൻ്റെ തൊട്ട് മുന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ വീഡിയോ നോക്കി ചെയ്ത് കേൾക്കുന്നു. റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. എങ്കിലും ഞാൻ ദൈവത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്ന ദൈവ അവസരങ്ങളെല്ലാം നഷ്ടമാക്കുന്നില്ല. നാളത്തെ ദിവസമല്ല ദൈവം തന്ന അവസരങ്ങൾ എന്നെ തന്നെ സമർപ്പിക്കുവാണ്. ഒതുങ്ങിയൊന്നുമല്ല ഈ കാലഘട്ടങ്ങൾ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു തിരുവചനം വായിക്കാൻ ദൈവത്തെ ഇഷ്ടപ്പെടുവാണ്. കിടന്ന എല്ലാ ദൈവദാസമായ ദൈവമക്കളും എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ഈ ഉച്ചയ്ക്ക് സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഹോശേയുടെ പ്രവചനം 6-ാം അധ്യായം അതിലെ 3-ാം വാക്യം വായിക്കുന്നു. ഹോശേയ പ്രവചനം 6-ാം അധ്യായം അതിലെ 3-ാം വാക്യം. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കാം. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നയിക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വീഴും. ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധമോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ച ഒരു വചനമാണ് ഞാൻ വായിച്ചത്. നാം ഉത്സാഹിക്കാം. നമുക്കറിയാം, നമ്മുടെ ഒരു ഏറ്റവും ഉദാഹരണമായി ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിഷയം തന്നെ നമുക്ക് മുൻപോട്ട് വെക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിജയം കിട്ടി, ഒരു നോവൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഒരു നല്ല വിജയം അവന് കരസ്ഥമാക്കുവാൻ കഴിയുമെന്ന് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് അത്രയും ഒരു ഉന്നതമായ ഒരു വിജയം അവന് പ്രാപിക്കാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും നല്ലൊരു മാതാപിതാക്കൾ, അവനെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അതുപോലെ നീ കുറച്ചുകൂടി ഉത്സാഹിച്ച് പഠിച്ചാൽ നിശ്ചയമായിട്ടും നിനക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു വിജയം നേടാൻ കഴിയും. അതേ ഒരു പദം പോലെ തന്നെ പറയാം, നാം കർത്താവിനെ അറിയുന്നുണ്ട്, നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ദിനംതോറും നാം സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ പിന്നെ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുവാണ്, നാം യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കാം. അതിന്റെ കാരണം അവന്റെ ഹൃദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതാണ്. മാത്രമല്ല അവൻ മഴ പോലെ ഭൂമിയെ നയിക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. കർത്താവിന്റെ ഹൃദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതാണ്. ഒരു പ്രഭാതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രാത്രിക്ക് ശേഷമാണ് ഒരു പ്രഭാതം. ഒരു രാത്രി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ചോളം വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരിക്കും. എങ്ങനെയെങ്കിലും ഒരു നേരം പുലർന്നാൽ മതിയെന്നിരിക്കും. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു പ്രഭാതത്തിൽ ഒരു മറ്റൊരു ജീവിതത്തിൽ ഒരു നന്മയാണെങ്കിൽ അവനെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുക, അതൊരു നന്മയുടെ ദിവസമായിരിക്കാം. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, ഹൃദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതാണ്. കാരണം ഒരു രാത്രി കറഞ്ഞാൽ ഒരു പ്രഭാതം എങ്ങനെ വരുന്നോ അപ്രകാരം തന്നെ കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് അവിടെ പറയുവാണ്. ഹൃദയം എങ്ങനെ ഒരു രാത്രി കഴിഞ്ഞാൽ ഒരു പ്രഭാതം വരുന്നത് പോലെ അവിടെ പറയുവാണ്. ഹൃദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. മാത്രമല്ല അവൻ മഴ പോലെ ഭൂമിയെ നയിക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുത്ത് വരും. സങ്കീർത്തനക്കാരൻ 130 അതിന് ഇപ്രകാരം പറയുന്നുണ്ട്. 130:5-6 ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിനെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ അതിനെ ഉപമിപ്പിക്കുന്ന ഉഷസ്സിനോടാണ്. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഒരു ദൈവവചനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യാശയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവവചന പ്രത്യാശ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ വരും, എന്നെ കർത്താവിന്റെ സന്നിധിയിൽ ചേർത്തു എന്നുള്ള ഈ കഷ്ടത നിറഞ്ഞ രോഗം നിറഞ്ഞ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് എനിക്കൊരു വീണ്ടെടുപ്പുണ്ടെന്നാണ് ഒരു ദൈവത്തിന്റെ പ്രത്യാശ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഒരു ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അത് തന്നെയാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. അപ്രകാരം കാത്തിരിക്കുന്ന ഒരു വ്യക്തി, അത് കർത്താവിനെ അറിയുന്ന ഒരു വ്യക്തി
കുറച്ചുകൂടെ കർത്താവിനെ അറിയാൻ വേണ്ടി ഉത്സാഹിക്കാം. നാം അറിയുക മാത്രമല്ല, നാം ഇത് അറിഞ്ഞ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ പ്രത്യക്ഷത നമ്മൾ പലപ്പോഴും നാം കാത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ സമശിഷ്ടങ്ങൾ പലപ്പോഴും ഇത് അറിഞ്ഞിട്ടില്ല. പത്രോസിന്റെ ലേഖനത്തിൽ പിതാവായ ദൈവം തന്നെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ടുണ്ട്. അതായത് ഒരു ഇരുണ്ട സ്ഥലത്ത് അത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊള്ളാനാണ് പറഞ്ഞിരുന്നത്. കാരണം ഒരു നിർമ്മിത കഥകളെ കണ്ടുകൊണ്ടല്ല പത്രോസ് അത് എഴുതുന്നത്. മഹിമ കണ്ട സാക്ഷികളെ പോലെയാണ്. കർത്താവിന്റെ ആ തേജസ് കണ്ടിട്ടാണ് പത്രോസ് ആ ലേഖനം എഴുതുന്നത്. കാരണം അപ്രകാരം പറയുവാണ്, ഹൃദയം പ്രകാരമാണ് ഒരു ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വെളിച്ചം പോലെ കർത്താവിന്റെ പ്രത്യക്ഷത. അതിന്റെ ആ ഹൃദയം നമ്മൾ കാത്തിരിക്കണം, നമ്മൾ കരുതിക്കൊള്ളുവാനാണ് പറയുന്നത്. കർത്താവിന്റെ പ്രത്യക്ഷതയും രക്ഷയെ കുറിച്ചാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം കർത്താവിന്റെ പ്രത്യക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നതോ ഇന്ന് കാണുന്ന ഈ അന്ധകാരം നിറഞ്ഞ അവസ്ഥകൾ, ലോകത്തിന്റെ എല്ലാ അവസ്ഥകളും നമുക്ക് മുൻപോട്ട് പോകാൻ പ്രയാസകരമാണ്. ആ സമയത്തെല്ലാം നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് വരും. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് യോബിന്റെ ലേഖനത്തിൽ അതിപ്രകാരം യാക്കോബിന്റെ ലേഖനത്തിൽ അതിപ്രകാരം പറയുന്നുണ്ട് 5:7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കും. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിക്കും, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും. അത് മോശപ്രവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് കർത്താവിന്റെ പ്രത്യക്ഷത പറയുന്നത്? ഒരു മുൻമഴ പോലെ അല്ലെങ്കിൽ ഒരു പിന്മഴ പോലെ. അതെപ്രകാരം ഒരു മഴ എന്തായാലും ഭൂമിയിലുള്ള കൃഷിയെ അതിനെ വിളയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫലവത്താക്കുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം മഴയുടെ ഗുണം. ഒരു മുൻമഴ എപ്പോഴും ഒരു കൃഷി ഇറക്കുന്നതിന് മുമ്പ് കൃഷിക്കാരൻ വളരെ ആഗ്രഹിക്കും ഒരു മഴ ലഭിക്കണം. അത് കൃഷി എത്രമാത്രം ഫലവത്താക്കാൻ വേണ്ടി ഭൂമിയെ ഇളക്കി മറിച്ച് അത് ഏറ്റവും ഫലവത്താക്കി അത് കൃഷി ഇറക്കാൻ വേണ്ടി ഒരു കൃഷിക്കാരൻ ആഗ്രഹിക്കുമ്പോൾ ഒരു മുൻമഴ ആഗ്രഹിക്കുന്നു. താൻ വളരെ കഷ്ടപ്പെട്ട് കൃഷി ഇറക്കിയതിനു ശേഷം അതിനൊരു നല്ല ഫലം ആഗ്രഹിക്കുന്ന കൃഷിക്കാരൻ ഒരു പിന്മഴ ആഗ്രഹിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ ഒരു കൃഷിക്കാരൻ കാത്തിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അവിടെ പ്രത്യേകം പറയുവാണ്, നിങ്ങളും ദീർഘക്ഷമയോടിരിക്കും. കാരണം എത്രത്തോളം ദീർഘക്ഷമയോടെ ഒരു കൃഷിക്കാരൻ കാത്തിരിക്കുന്നോ അത്രത്തോളം ദീർഘക്ഷമയോടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാനാണ് പറയുന്നത്. അതിനുവേണ്ടി പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കി കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. അപ്പൊ ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ ഓർമ്മിച്ചൊരു കാര്യം ഇതാണ്: കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നാം കർത്താവിനെ അറിയാൻ ഒരു പടിയും കൂടി ഉത്സാഹിക്കാം. ഇപ്പോൾ നാം ഏതൊക്കെ കാര്യങ്ങൾ നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നോ അതിൽ ഒരു പടിയും കൂടെ കർത്താവിന് വേണ്ടി ഉപവസിക്കാം, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുക. കർത്താവിന് വേണ്ടി ദേശങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ വചനം പറയുന്നത് അപ്രകാരം ചെയ്യുക. പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു കാര്യം ഓർക്കുക, ഒരു ഉദയം നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. കാരണം ഒരു രാത്രി കഴിഞ്ഞാൽ ഒരു പ്രഭാതം വരുന്നത് പോലെ ഇന്ന് കാണുന്ന ഒരു രാത്രിക്ക് ഒരു പ്രഭാതത്തിന് വേണ്ടിയിൽ എത്ര മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നാം ഇന്ന് അനുഭവിക്കുന്ന സകല കഷ്ടതയ്ക്കും ഒരു പ്രഭാതമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പറയും കർത്താവിന്റെ പ്രത്യക്ഷത. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നതല്ല, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നതും പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് സമയമായാലും നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഇന്ന് ലഭിച്ച സമയം നാളെ ലഭിക്കുമോ എന്നറിയത്തില്ല. കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ തന്നെ വേണം. കർത്താവിന്റെ സ്നേഹത്തിൽ അവരേക്ക് മടക്കി വരുത്തുവാൻ തന്നെ, പിന്മാറ്റക്കാരെ മടക്കി വരുത്തുവാൻ, കർത്താവിനെ അറിയാത്തവർക്ക് കർത്താവിന്റെ സ്നേഹം പറഞ്ഞു കൊടുത്ത ഈ നിത്യതയുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം നമ്മളെ പിന്നെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി നാം വീണ്ടും ഉത്സാഹിക്കാം. അത് കർത്താവിന്റെ പ്രത്യക്ഷതവരെയും ദീർഘക്ഷമയോടെ ഇരിപ്പാൻ തന്നെ വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു പറയുവാൻ തക്കവണ്ണം ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ തക്കവണ്ണം ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ദൈവം നമ്മളെല്ലാവരെയും ഇടയാക്കട്ടെ. ആ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പാൻ സ്ഥിരമാക്കിക്കൊണ്ട് കർത്താവിൽ മാത്രം ഏകാഗ്രതയോടെ സ്ഥിരമാക്കിക്കൊണ്ട് ഈ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. അത് ആരെങ്കിലും ഒക്കെ ക്ഷീണിതരായിരിക്കും, എന്നാൽ അവരെ ഉത്സാഹിപ്പിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ.
അത് പ്രാർത്ഥനയിലൂടാണോ, ചെന്ന് കണ്ടിട്ടാണോ, ഒരു വാക്കിനാലാണോ? കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ തളർന്നിരിക്കുന്നവരെ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് എനിക്ക് തന്നിരിക്കുന്നു. അതെ, നമ്മുടെ നാവ് കൊണ്ട് ഒരു വാക്ക് പറയുമ്പോഴായിരിക്കും തളർന്നിരിക്കുന്ന ഒരു വ്യക്തി ഉത്സാഹം പ്രാപിക്കുന്നത്. ഏതൊക്കെ വ്യക്തി കർത്താവിനെ അറിയുവാൻ ഉത്സാഹിപ്പിക്കും, നമ്മളെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാനുണ്ടോ ആ വിധത്തിൽ ഉത്സാഹിപ്പിക്കുക. ഒരു ഫോൺ കോൾ ആണെങ്കിൽ ചെയ്യുക, ഒരു വാട്സപ്പ് ആണെങ്കിൽ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ ഇടുന്ന ഒരു തിരുവചനമായിരിക്കും അവന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നത്, അന്നത്തെ ദിവസം ഉത്സാഹിപ്പിക്കുന്നത്. ഒരു മനുഷ്യന് ഒരു നിസ്സാര വാക്കി ക്ഷീണിച്ചിരുന്ന വ്യക്തിയാണെങ്കിലും ആ തിരുവചനം അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ല ആ വാട്സപ്പിലോട്ടായിട്ട് എങ്ങനെയാണെങ്കിലും കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒന്ന് പ്രകാശിക്കും, ഉത്സാഹിക്കാനിടയായി തീരും. അപ്പൊ ഈ ദിവസങ്ങളിൽ നാം കർത്താവിനെ അറിയുവാൻ വീണ്ടും ഉത്സാഹിക്കാം. കർത്താവിന്റെ പ്രത്യക്ഷതയെ ദീർഘക്ഷമയോടിരിക്കാൻ, സ്ഥിരതയോടെ നിൽക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. ഇങ്ങനെ അവസരം തന്ന നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന ദിവസത്തെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവസരം തന്ന ദൈവത്തോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ തന്നെ ഞാൻ നിർത്തുന്നു. നല്ലൊരു ഭാഗ്യമാണ്. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. നമ്മൾ ഇനിയും കൂടുതലായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ അറിയുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ദൈവത്തിന് സ്തോത്രം. ഹാലല്യ. ഒരു ഇരുണ്ട് കഴിഞ്ഞ ഒരു രാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്ധകാരം നിറഞ്ഞതായ ഒരു രാത്രി 12 മണിക്കൂർ അതങ്ങോട്ട് കടന്നു പോകുമ്പോൾ ആ രാവിലത്തെ നല്ല ആ പ്രഭാതം നമുക്ക് എന്തൊരു സന്തോഷം, എന്തൊരു ആശ്വാസമായില്ലേ. ഒരു രാത്രി കഴിഞ്ഞിട്ട് കടന്ന് വരുന്ന ആ പ്രഭാതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. തീർച്ചയായിട്ടും അവൻ്റെ പ്രഭാതം മഴ പോലെ, ഹല്ലേലൂയ, നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ. ദൈവത്തിന് സ്തോത്രം. ആ നല്ല ദിവസത്തിനായി ഒരു കഴിഞ്ഞ രാത്രി കടന്നു പോയെന്നാൽ പിറ്റേ ദിവസം ഒരു നല്ല പ്രഭാതത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് നമ്മുടെ കർത്താവിന് പ്രയോജനമുള്ളതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസ്യം അതിനെ പറയുവാൻ തക്കോണം ദൈവം ബലപ്പെടുത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഏറിയ ഫലം കൊടുത്ത് ദൈവം പിന്നെയും നിർത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് പോകാൻ ചില വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നമ്മുടെ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കോൺഫറൻസ് നടക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചു. നമ്മുടെ പ്രാർത്ഥനയെ നമുക്കത് കാണുവാൻ ഇടയാക്കി. നമ്മുടെ ഏത് വിഷയത്തിന് വേണ്ടി ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു അതിനൊക്കെ ദൈവം നമുക്ക് മറുപടി തന്നെ ശുശ്രൂഷിക്കുന്നത് ശോശാമ തോമസ് ആണ്. എൻ്റെ ഒരു പ്രിയ സ്നേഹിതയാണ്. ആലുവയിൽ ഞങ്ങളായിരുന്നപ്പോൾ ഞങ്ങളോടൊപ്പം ആരാധിച്ച പ്രിയ ദേവദാസി ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്ന ബ്ലിംസിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഒപ്പം നിൽപ്പാൻ തക്കോണം കർത്താവദാസിയെ ദൈവം സഹായിച്ചു. ഇപ്പോൾ അവർ തെക്കേമലയിലാണ് താമസമാക്കിയിരിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ. ഏകയായിട്ട് വിശ്വാസം വേണ്ടി ഇറങ്ങി തിരിച്ച് പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികൾ കൂടി ഒക്കെയും കടന്നുപോയെങ്കിലും ഇത്രത്തോളം കർത്താവദാസിയെ ഇവിടുന്ന് നിലനിർത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന നിങ്ങൾക്കാലം ഇവിടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സിസ്റ്റർ സോശാമ തോമസിനെ ശുശ്രൂഷിക്കായി ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ സൗണ്ട് കേൾക്കാമോ?
ഓക്കെ. ഈ പകൽക്കാലം ഇപ്രകാരം AGMDCയുടെ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന 24 മണിക്കൂറും ദൈവത്തിൽ ഇരിക്കാൻ ഒരുക്കുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും മറ്റ് കോഴഞ്ചേരി സ്ലോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്. കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം മാള ചർച്ചിൻ്റെ WMCയുടെ വകയായിട്ട് ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ മുൻപിൽ നിന്ന് അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന സിസിയാനിക്കായി സ്തോത്രം. ഒരുമിച്ച് ഈ പകൽക്കാലം ദൈവസനിലായിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം ആയുസിൽ ഒരവസരം കൂടെ തന്ന വലിയവനായ ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞാൻ നന്ദിയോടെ സ്തുതിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന് പകൽക്കാലം ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷം ദൈവത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായി തീരട്ടെ. അതിനായി എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാണ്. ഇന്നത്തെ പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ലോട്ടിൽ ഇതേ കാര്യങ്ങൾ പറയുവാനിടയായിത്തീർന്നു. പകൽക്കാലം അത് തന്നെ ഞാൻ ഇവിടെയും പറയുവാൻ ദൈവത്തെ ശരണപ്പെടുവാണ്. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഞാനും ചോദിക്കുവാണ്. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം പുസ്തകത്തിലെ 54-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ് വായിക്കുന്ന. സങ്കീർത്തന പുസ്തകത്തിലെ 54-ന്റെ 1-ാം വാക്യം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അതെ, 54-ാം സങ്കീർത്തനം 1-ാം വാക്യം പ്രകാരം പറയുന്നു, ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അതിൻ്റെ തലക്കെട്ടിൽ തന്നെ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അത് 1 ശമൂവേൽ 23-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് അതിൻ്റെ തലക്കെട്ട് പശ്ചാത്തലമായിട്ട് പറയുന്നത്. അതായത് സീഫ് ഗിബയിൽ ശൗലിൻ്റെ അടുക്കൽ വന്ന ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീല വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമല്ല അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ രാജാവേ കടന്നു വന്നാൽ ഞങ്ങൾ ദാവീദിനെ പിടിച്ച് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാമെന്ന് അവർ പറയുന്ന സമയത്ത് ദാവീദിനെ പിടിക്കുവാൻ വേണ്ടി ശൗലും കൂട്ടരും കടന്നു വരുന്ന ഒരു പശ്ചാത്തലമാണ് അതിൻ്റെ തലക്കെട്ടി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആ 1 ശമൂവേൽ 27-ാം വാക്യത്തിൽ അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്രകാരം ശൗലും കൂട്ടരും ദാവീദിനെ പിടിക്കുവാൻ വേണ്ടി മാവോൻ മരുഭൂമിയിലെത്തി. 2 കൂട്ടരും ഇടത്തും വലത്തുമായി അല്ലെങ്കിൽ ആയിരിക്കുന്ന സമയത്ത് ദാവീദ് വളരെ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, ശൗലിൻ്റെ കൂട്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വളരെ ബന്ധപ്പെട്ട ഒരു സമയത്താണ് ദാവീദ് ഇപ്രകാരം പാടുന്നത്, ദൈവമേ നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ആ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിപ്രകാരം തന്നെ പറയുന്നത്. തൻ്റെ ജീവിതം ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ആ 2 പദം മാത്രമാണ്, ആ നാമം, ആ ശക്തി. പലപ്പോഴും ഈ നാമത്തിൻ്റെ ശക്തി നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു. തൻ്റെ ജീവിതത്തിൽ ന്യായം ലഭിക്കാതെ അതെ ഒരു നായെപ്പോലെ ശൗൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവസനിലെ താൻ ഇത് ഇപ്രകാരം പാടുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13-14 മോശ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരെന്ത് പറയണമെന്ന മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13-14 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ദൈവം 14-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, മോശയോട് മറുപടി പറയുവാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുവീൻ. അത് മോശയ്ക്ക് വ്യക്തമായി ഉറപ്പ് കൊടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് അയക്കുവാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു, മാറ്റമില്ലാത്തൊരു ദൈവമാണ് നിന്റെ ദൈവമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുവാൻ തക്കവണ്ണം വ്യക്തമായി ഉറപ്പ് കൊടുത്ത് തന്നെ അയക്കുവാണ്. അപ്പോൾ തന്നെ പുറപ്പാട് 6-ന്റെ 2-3 ഉണ്ട്, അതുവരെയും സർവശക്തനായ ദൈവമെന്നാണ് പലപ്പോഴും മോശയ്ക്ക് വെളിപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അവിടെ ദൈവം വ്യക്തമായിട്ട് പറയുവാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമായി ഇതുവരെയും പ്രത്യക്ഷമായി, അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി സർവശക്തിയുള്ള ദൈവമായിട്ടാണ് ഇതുവരെയും ഞാൻ പ്രത്യക്ഷനായത്. ഇതുവരെയും യഹോവ എന്ന നാമത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പുറപ്പാട് 6-ാം അധ്യായത്തിൽ എടുത്തു പറയുവാണ്, ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ ഞാൻ യഹോവയാവുന്നു. വ്യക്തമായിട്ട് മോശയ്ക്ക് അത് വെളിപ്പെടുത്തുവാണ്. ആ നാമം വെളിപ്പെടുത്തി ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് അയക്കുവാൻ യഹോവ ആകുന്നു എന്ന് പറഞ്ഞ അതേ പഴയ നിമിത്തത്തിൽ പല നാമത്തിൽ ഹല്ലേലൂയ നമ്മുടെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതെ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്,
സമാധാനത്തിന് പ്രഭു, ഇങ്ങനെ പല നാമത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമ്മുടെ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഈ നാമത്തിൻ്റെ ഒക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു മഹത്വമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ ദാവീദാണേൽ ഇവിടെ പറയുന്നത്, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. തൻ്റെ ജീവിതത്തിൽ സങ്കീർത്തനം 18:10 ഇപ്രകാരം പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഗുഹകളിലും ഒക്കെ ഓടി അലയുമ്പോഴും ഓടിച്ചെന്ന് അഭയം പ്രാപിച്ച് താൻ പലപ്പോഴും ഒരു സങ്കേത നഗരമായി അല്ലെങ്കിൽ ഒരു ഗുഹകളിലൊക്കെയാണ്. എന്നാൽ ഈ നാമമായിരുന്നു തനിക്ക് ബലമുള്ള ഗോപുരമെന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ അനുഭവിച്ച അല്ലെങ്കിൽ താൻ പാടുകയാണ്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. പഴയ നിയമത്തിൽ ആരെങ്കിലും ഒരു കൊലപാതകമോ എന്തെങ്കിലും ചെയ്താൽ അന്ന് സങ്കേത നഗരം ഉണ്ടായിരുന്നു, അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമായിരുന്നു. അത് തന്നെ വെച്ചുകൊണ്ടാണ് ആ യഹോവയുടെ നാമം എന്ന് പറയുന്നത്. ഇന്നും നമുക്ക് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രയാസഘട്ടത്തിലും നമുക്ക് മറ്റുള്ള നമ്മുടെ കൂട്ടാളിയായിട്ടുള്ളവരോ മക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ആരും നമുക്ക് ആശ്വാസം തരാതിരിക്കുന്ന സമയത്ത് അല്ലെ അവരുടെ വാക്കുകളൊന്നും നമുക്ക് ആശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുമ്പോൾ ആ നാമനിമിത്തമുള്ള ആ ഒരു ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാറുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ആ നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിന്മേൽ ഒരു വലിയൊരു ദൈവ സമാധാനം വ്യാപരിക്കാറുണ്ട്. അത് ഇന്ന് പകൽക്കാലം ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാണ്. ആ സുരക്ഷിതത്വയാണ് ദൈവം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അല്ലെ ഹല്ലേലൂയ യഹോവ റാഫ എന്നൊരു വ്യക്തി പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു രോഗിയായ വ്യക്തി ഹല്ലേലൂയ യഹോവ റാഫ എന്ന് പറയുമ്പോൾ ആ സൗഖ്യദായനായ ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. തൻ്റെ ഉള്ളിൽ അതാണ് ആ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം തൻ്റെ മേൽ വ്യാപരിക്കുന്നതായിട്ടാണ് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു പരാജയപ്പെട്ട ഒരു വ്യക്തി യഹോവ നിസി എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ പരാജയപ്പെട്ട വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ഒരു മഹത്വമാണ് വെളുന്നത്. അത് എൻ്റെ ദൈവം ജയക്കൊടിയാണ്. അതേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാർ അപ്രകാരം പറയുന്നത്, ചില രഥങ്ങളിലും കുതിരകളും ആശ്രയിക്കും, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. അതെ ആ ജയക്കൊടി ഹല്ലേലൂയ. ഒരു പരാജയപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ദൈവ വൈതല്ല അതെ ഒരിക്കലും ഒരു ദൈവത്തിന് പരാജയമില്ല. എന്നാൽ അവൻ്റെ ഉള്ളിൽ ഒരു പരാജയം കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവ് ജയക്കൊടി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിനെ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ പ്രവാചകന്മാർ ഇതെടുത്തു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു കന്യക ഗർഭിണിയായി അല്ലെങ്കിൽ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്ന ഇമ്മാനുവേൽ അവന് പേരിടണം. മറ്റൊരു ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അത് ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് യേശു എന്ന് പേരിടണം. മാത്രമല്ല പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ബേത്ലഹേമിലെ നസ്രയത്തിൽ യേശു ജനിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയയും ജോസഫും ആ നസ്രയത്തിലേക്ക് ബന്ധപ്പെട്ടു പോയി നസ്രായൻ എന്ന പേര് വിളിക്കത്തക്കവണ്ണം, ആ നാമം വിളിക്കത്തക്കവണ്ണം തങ്ങൾ അപ്രകാരം അവിടെ ആയിരിക്കുന്നത് ഒക്കെ നമുക്ക് തിരുവചനത്തിൽ വായിക്കാൻ കഴിയും. ഈ അനേക നാമങ്ങളിൽ നമ്മൾ അറിയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നാമമൊക്കെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് ദൈവം എങ്ങനെയുള്ള അവസ്ഥയിലാണ് അറിയപ്പെടുന്നത്, അല്ലെ നാം എങ്ങനെയാണ് എൻ്റെ ദൈവത്തെ ഒന്ന് ഹല്ലേലൂയ സംബോധന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം നാം അത് ചിന്തിക്കുക. അതെ നമ്മൾ ഓടിച്ച് അബ്ബാപിതാവേ എന്ന് വിളിക്കുമ്പോൾ അത് തന്നെയാണ് പുതിയ നിയമത്തിൽ പറയുന്നത്, അബ്ബാപിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിൻ്റെ ആത്മാവും ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. ആ വിഷമഘട്ടങ്ങളിൽ മനധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ അബ്ബാപിതാവേ എന്ന് പറഞ്ഞ് നമുക്ക് മുട്ടുമടക്കുവാൻ തരുന്ന ആ ധൈര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ വീണ്ടെടുപ്പുകാരനായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ നമ്മളെ കാണിക്കുന്ന ആ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അത് ദാവീദിന് വ്യക്തമായിട്ട് അറിയാം, തൻ്റെ ജീവിതത്തിൽ തൻ്റെ അപ്പനും അമ്മയും എല്ലാം ഉപേക്ഷിച്ചതാണ്. അത് തൻ്റെ സഹോദരങ്ങളെല്ലാം ശമൂവേലിൻ്റെ മുമ്പിൽ നിരത്തി നിൽക്കുമ്പോഴും താൻ കാട്ടിൽ അലയുവാണ്. തന്നെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഒരു ചിന്തയില്ല. അതുകൊണ്ടാൽ ദൈവം വ്യക്തമായിട്ട് ദാവീദിലൂടെ പറയുവാണ്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എന്നാൽ യഹോവ എന്നെ ചേർത്തുകൊള്ളൂ. ഇന്ന് പകൽക്കാലം നമുക്കതാണ്. മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിച്ച് കളയുമ്പോഴും അതേ ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം, ഈ യഹോവ എന്നെ ചേർത്തുകൊള്ളും. നമ്മുടെ പ്രതികൂലങ്ങളിൽ പ്രയാസങ്ങളിൽ ഒറ്റപ്പെടലിലൊക്കെ നമ്മളെ ചേർത്ത് നിർത്തി ആശ്വാസം പകർന്നു അരുമനാഥൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോരുത്തരും ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. നമുക്ക് ആ നാമത്തെ എപ്രകാരമാണ് നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന. എല്ലാത്തിനും പിന്നിൽ ഒരു ദൈവമഹത്വമുണ്ട്. നമ്മൾ ഓരോ പദം ഉച്ചരിക്കുമ്പോഴും അതേ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നവൻ, മാറാത്തവനായി കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. പുതിയ നിമിത്തം ഫിലിപ്പിയർക്ക് 2:9 പ്രകാരം പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. അത് സകല നാമത്തിനും മേലായ നമ്മുടെ ദൈവത്തിൻ്റെ നാമം, നമ്മുടെ കർത്താവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. അതുകൊണ്ട് ആ നാമത്തിന് തക്ക മഹത്വം അർപ്പിക്കുവാൻ തക്ക വേണം നമ്മൾ എവിടെ ഇരുന്നാലും ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. അത് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഈ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ സകല നാമത്തിനും മേലായ നാമത്തെ ഉയർത്തുവാൻ ദൈവം
പകൽക്കാലം സകലരെയും ബലപ്പെടുത്തട്ടെ. അതേ അപ്രകാരം തന്നെ 1 പത്രോസ് 4:14 ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൻ്റെ നാമ ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവ് ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അതെ, ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ഒക്കെ നിന്നെ അനുഭവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് നിന്നെ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുവാണ്, ഒരിക്കലും അത് ഹല്ലേലൂയ ഒരു നഷ്ടമല്ല. അത് പറഞ്ഞ തിരുവചനം പറയുന്നത് മഹത്വത്തിൻ്റെ ആത്മാവായി ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനിടയാകട്ടെ. നമ്മുടെ കഷ്ടങ്ങളിൽ പ്രതികൂലങ്ങൾ ആരൊക്കെ പഴി പറഞ്ഞാലും ദുഷിച്ചാലും ധൈര്യത്തോടെ നിൽക്കുവാൻ തൊക്കെ വേണം. നമുക്ക് ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ടാണ് ഹല്ലേലൂയ. എന്നാൽ ദാവീദ് പലപ്പോഴും ഹല്ലേലൂയ ഈ നാമത്തെ ദൈവത്തെ അഭിസംബോധന ചെയ്തത് സൈന്യങ്ങളുടെ ദൈവം എന്നുള്ള രീതിയിലാണ്, അല്ലെ ഇസ്രായേലിൻ്റെ ദൈവം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ സങ്കീർത്തന പുസ്തകത്തിൽ സ്ഥിരം നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ് ദാവീദും ഗോലിയാത്തിൻ്റെ ഒരു ഭാഗം. 1 ശമൂവേൽ 17:45 നമ്മൾ സ്ഥിരം സങ്കീർത്തന സഭകളിൽ വായിക്കുന്ന ഭാഗമാണ്. അവിടെ ദാവീദ് അപ്രകാരം തന്നെയാണ് പറയുന്നത്. കാരണം ഫിലിസ്ത്യ മല്ലന അതേ ഹല്ലേലൂയ ഇസ്രായേലിനെ വെല്ലുവിളിച്ചു അടുത്ത് വരുമ്പോൾ അത് പറയുന്നത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ കടന്നു വരുന്നു. അതെ, അങ്ങനെയുള്ള ആ ഒരു അഭിസംബോധനയാണ് ദാവീദ് അത് ചെയ്യുന്നത്. കാരണം തനിക്ക് തന്നെ നല്ലപോലെ അറിയാം, ശൗൽ തന്നെ പിടിപ്പാൻ അടുത്ത് വരുന്നു, തൻ്റെ ഉള്ളിൽ ഒരു ഭയം വർദ്ധിക്കുന്നു. ആശ്രയിപ്പാൻ കൊള്ളാവുന്ന ഒരു നാമം യഹോവയുടെ നാമമാണെന്ന് തനിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ അങ്ങനെ തന്നെ പറയുന്നത്, യഹോവേ നിൻ്റെ നാമത്താൽ, ദൈവമേ നിൻ്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അതെ, പുതിയ നിയമത്തിൽ നമുക്കറിയാം എവിടെയൊക്കെ അല്ലെങ്കിൽ ഈ നാമത്തിന് നാം ഏത് പദം നമ്മൾ ഉച്ചരിക്കുന്നു ആ നാമത്തിൻ്റെ പിന്നിൽ ഒരു ദൈവമഹത്വമുണ്ട്. ദൈവമഹത്വം ഇറങ്ങി വരും നമ്മൾ ആയിരിക്കുന്ന സാഹചര്യമില്ല. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ നാമത്തിന് ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അടുത്ത പദം അങ്ങനെ പറയുന്നത്, നിൻ്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിൻ്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. പലയിടങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി പുതിയ നിമിത്തം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നമുക്ക് പല ഭാഗങ്ങളിലെടുത്ത് കാണാം. എന്നാൽ അല്ലെങ്കിൽ അവിടെയൊക്കെ ദൈവത്തിന് ഉയർന്നിരിക്കുന്ന കാലം, വീര്യമുള്ളൊരു പൂജം, ഇതൊക്കെ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പുതിയ നിമിത്തത്തിലെ പത്രോസും യോഹന്നാനും സുന്ദരൻ ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ മുടന്തനോട് പറയുന്നുണ്ട്, വെള്ളിയും പൊല്ലിയും എനിക്കില്ല, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതേ, ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് ഒരു ശക്തിയുണ്ട്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയത്തില്ല. അല്ലെങ്കിൽ ഈ ജീവനുള്ള ദൈവത്തെ സേവിക്കാത്ത ജീവിതങ്ങൾ പലപ്പോഴും അവർ നാവ് കൊണ്ട് പറയുന്നുണ്ട്, അവർ ദൈവത്തെ വളരെ ഭയപ്പെടുന്നുണ്ട്, ഈ നാമത്തെ വളരെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ നമുക്ക് പലപ്പോഴും ഈ നാമത്തെ അതിൻ്റെതായ ഭയത്തോടെ ഉച്ചരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പഴയ നിയമത്തിൽ പലപ്പോഴും ആ നാമം അവരുടെ നാവിലെടുക്കാൻ അവർ ഭയപ്പെട്ടിരുന്നു. അതായത് ബ്രാലേന്തി പറയുന്ന പോലെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന അക്ഷരീയമായി തന്നെ അവർ വിശ്വസിച്ച ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഒരു കൃപായുഗത്തിൽ നമുക്ക് അടുത്ത് വന്ന് ഹല്ലേലൂയ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പലപ്പോഴും കഴിയുന്നതുകൊണ്ട് ആ ഭയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ഈ ദൈവത്തിൻ്റെ ശക്തി വ്യക്തമായിട്ട് വെളിപ്പെടുന്ന ഭാഗമാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ കടന്നു വരുന്ന ഭാഗം. അത് പുറപ്പാട് പുസ്തകം 14:23-24 നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രാത്രി കാലങ്ങളിൽ യഹോവ അന്ന് രാത്രി മുഴുവനും ശക്തിയുള്ള കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് കടലിനെ ഉണക്കി ആ സമുദ്രത്തിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നു വന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. അവിടെ ഹല്ലേലൂയ അവർ ഭയപ്പെട്ടിരിക്കുമ്പോൾ ദൈവം മറ്റൊന്നും ചെയ്യുന്നില്ല. പ്രഭാത യാമത്തിൽ ഹല്ലേലൂയ അതായത് ഫറവോൻ ഏറ്റവും തനിക്ക് ഉറപ്പുള്ള ഏറ്റവും വിശേഷപ്പെട്ട 600 രഥങ്ങളും അതിൻ്റെ തേരാളികളുമായിട്ട് കടന്നു വരുന്നെന്ന പുറപ്പാട് 14:7 പറയുന്നത്. അത് എത്ര ബലമുള്ളതായാലും എത്ര വിശേഷപ്പെട്ട ശത്രുവിൻ്റെ സൈന്യമായാലും അതെ ആ പ്രഭാത യാമത്തിൽ നമ്മുടെ ദൈവ ആ ഫറവോന്യ സൈന്യത്തെ ഒന്ന് നോക്കിയെന്ന് പറയുന്നത്. ആ മിസ്രൈം സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം ഹല്ലേലൂയ അത് പ്രയാസമാക്കി തീർത്തെന്നാണ് തിരുവചനം പറയുന്നത്. അതെ, നമ്മുടെ പിന്നിൽ നമ്മളെ തകർക്കുമെന്ന് പറഞ്ഞു വരുന്ന ഹല്ലേലൂയ ശത്രുവിൻ്റെ ബലം എത്ര വലുതാണ് നമ്മൾ അത് നോക്കണ്ട. നമ്മുടെ മുൻപിൽ പോകുന്ന നമ്മുടെ ദൈവത്തെ, നമ്മളെ വിളിച്ചിറക്കിയ ദൈവത്തെ, നമ്മളെ ഹല്ലേലൂയ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ശക്തി കാണുവാൻ എന്തൊക്കെ വേണം. ദൈവം ഓരോ ദിവസവും നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം നമ്മളെ സഹായിച്ചു. അപ്രകാരം ഹല്ലേലൂയ ദൈവം നമ്മളെ നടത്തി. അത് നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിലുള്ള യുദ്ധായുധങ്ങൾ പലതാണ്. അതേ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം ഞാൻ ആ വചനം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോബിൻ്റെ പുസ്തകം 38-ന്റെ 11-ാം നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെ ശക്തി ഒന്ന് തിരിച്ചറിയുവാൻ തക്ക വേണം നമ്മളെ സഹായിക്കട്ടെ. 38-ന്റെ 11-ാം ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. അപ്പുറം തന്നെ 41-ാം
കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാറ്. പ്രത്യേകിച്ച് 11-ാം വാക്യം വ്യക്തമായിട്ട് അതിൻ്റെ മുകളിലുള്ള ഭാഗം ഞാൻ സമയക്കുറവ് മൂലം എടുക്കുന്നില്ല. സമുദ്രത്തെക്കുറിച്ചാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് പറഞ്ഞു. അതായത് ഒരു ദൈവ പൈതലിനെ തകർക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം. ഒരു പക്ഷേ ശാരീരികമായ രോഗമായിരിക്കാം, മാനസികമായി തകർത്ത വിഷയമായിരിക്കാം, സാമ്പത്തിക വിഷയമായിരിക്കാം, അല്ലെ മറ്റൊരു പ്രതികൂലമായിരിക്കാം. അത് നമുക്ക് ശക്തിയോടെ ഒരു സമുദ്രത്തിൻ്റെ തിരമാലകൾക്ക് സമമായി നമ്മളെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ് കടന്നു വന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം അതിരിട്ടുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മളൊക്കെ ഈ സ്ലോട്ടിലായിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയപ്പെട്ടവർ എൻ്റെയൊക്കെ എനിക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ അനേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് ദേവദാസി പറഞ്ഞതുപോലെ പലതിനെയും അതിരിട്ടതുകൊണ്ടാണ് ജീവനോടെ ആയുസ്സോടെ കുടുംബമായിട്ട് ഞങ്ങൾ ആയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്വർഗം അതിരിട്ടതുകൊണ്ടാണ്. അത് നമുക്ക് നമ്മളെ തകർക്കുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന എത്രയോ വിഷയങ്ങൾ നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചറിയുക. നമ്മൾ ഭയപ്പെട്ട അനേക വിഷയങ്ങളുണ്ട്, നമ്മൾ നെടുവേർപ്പെട്ട അനേക വിഷയങ്ങളുണ്ട്. എന്നാൽ സ്വർഗം അതിരിട്ടതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ജീവനോടായിരിക്കുന്നത്. അതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ദൈവത്തിൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ദൈവത്തിൻ്റെ പൈതലിനെ രക്തത്താൽ വീണ്ടെടുക്കുക ഒരു ദൈവ പൈതൽ ഈ അധികാരം പകർന്ന് ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മളെ മുക്കിക്കളയെന്ന് പറയുന്ന വിഷയത്തിന്മേൽ നമ്മുടെ അതരം കൊണ്ട് പറയാം, ഇവിടം വരെ മതി, ഇവിടം വരെ മതി എന്ന് പറഞ്ഞ് അതിരിടുവാൻ നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. അതോർത്ത് ഈ പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ സർവശക്തിയുള്ള ദൈവമായിരിക്കുമ്പോഴും ഒരു കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് പോലും അതിൻ്റെ ആഹാരം തീയിൽ എത്തിച്ചു കൊടുക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര ചെറുതായാലും ബലഹീനമായാലും ഈ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ നമ്മൾ ചെറുതായാലും ബലഹീനമായാലും അതിനെപ്പോലും കരുതുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമായതാണെന്ന് ഈ പകൽക്കാലം ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാണ്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുപ്പമുള്ളതാണ് അത് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ദൈവത്തെ പിൻപറ്റുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സങ്കീർത്തന പുസ്തകത്തിൽ 114-ാം 8-ാം വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 114-ാം വാക്യം, അവൻ പാറേ ജലതടാകവും തീക്കലിനെ നീറുറവുമാക്കിയിരിക്കുന്നു. ആ വചനം നിങ്ങൾക്ക് ശാന്തമായി ധ്യാനിക്കുമ്പോൾ അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. അവൻ പാറേ ജലതടാകവും നീറുറവുമാക്കിയിരിക്കുന്നു. അത് മാനുഷ്യമായ എന്ത് ടെക്നോളജി വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ പാറയെ താൽക്കാലികമായി ഒരു തടാകം പോലെയൊക്കെ ആക്കാം. എന്നാൽ ഹല്ലേലൂയ ഒരു വറ്റാത്ത നീരുറവയാക്കി തീർക്കുവാൻ നമ്മുടെ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരു അതേ ഇസ്രായേൽ മക്കളെ ആ ഒരു ജലകണിക പോലും ഇല്ലാത്ത തീക്കൽ പാറയിൽ നിന്നാണ് അവർക്ക് ജലം കുടിപ്പാൻ കൊടുത്തത്. അത് നമ്മളത് വായിക്കുമ്പോൾ അറിയാം. ഈ തീക്കൽ പാറ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ്റെ മരുഭൂമിയിലൊക്കെ കാണുന്ന മാർബിൾ സ്റ്റോൺസ് എന്ന് പോലെയാണ്. അതിലൊരു ജലകണികയില്ല. അതിനെ ഒരു നീരുറവയാക്കി തീർക്കുവാൻ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരം ഇന്നും കൂടെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു പ്രതീക്ഷയില്ലാതെ പ്രതീക്ഷ അറ്റ് കിടക്കുന്ന വിഷയത്തിന്മേൽ ഒരു മുൻപോട്ട് പോകാൻ ഒന്നും നമുക്ക് പ്രതീക്ഷയില്ല. എന്നാൽ ആ വിഷയത്തിന്മേൽ അതൊരു നീരുറവയാക്കി തീർക്കുവാൻ, അത് സാമ്പത്തിക വിഷയത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണോ, അത് ശാരീരിക വിഷയത്തിലാണോ, മാനസിക വിഷയത്തിലാണോ, അതിനെ ഒരു നീരുറവയാക്കി തീർക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ഇന്നും ദൈവത്തിൻ്റെ ബലമുള്ള കൈ, ആ ശക്തിയുള്ള കരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാൽ ഞാൻ നന്ദിയോടെ സ്തുതിക്കുവാണ്. നമ്മൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന് അളവറ്റ ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ സ്തോത്രം ചെയ്യുന്നു. അത് ഈ സ്ലോട്ടിലെ പ്രയാസത്തോടെ കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ആൾ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലെ തൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ മനസ്സിലാക്കി തൻ്റെ ജീവിത അനുഭവത്തിലൂടെ സങ്കീർത്തനം 22-21 പ്രകാരം പറയുന്നു, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾ കൂടെ നീ ഉത്തരമരുളുന്നു. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ഹല്ലേലൂയ എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു അവസ്ഥയാണ്. മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞു ഒറ്റപ്പെട്ടവനായിരിക്കുന്നു ദാവീദ്. ഹല്ലേലൂയ. എന്നുകൊണ്ട് ഹല്ലേലൂയ അഭിഷേക തൈലം തൻ്റെ മേൽ വീണിരിക്കുന്നു. ആ നിമിഷം മുതൽ ഹല്ലേലൂയ ശൗൽ തന്നെ തകർക്കുവാൻ വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. തന്നെ സ്നേഹിച്ച അബ്ശാലോം ഹല്ലേലൂയ തന്നെ കൊല്ലുവാൻ വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതേ ഹല്ലേലൂയ താൻ എന്നും ഒരു സ്വസ്ഥതയില്ലാതെ ഗുഹകളിലുമൊക്കെയായി അലഞ്ഞു കാടുകളിൽ നടക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഇവരൊക്കെ അടുത്തു വരുന്ന സമയത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ദാവീദ് പാടുവാണ്, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾ കുടയിലും നീ ഉത്തരമരുളുന്നു. കാട്ടുപോത്തിന്റെ മുമ്പിൽപ്പെട്ട ഒരു വ്യക്തി രക്ഷപ്പെടുവാൻ മാനുഷ്യമായി പ്രയാസമാണ്. എന്നാൽ അതിൻ്റെ കൊമ്പിനിടയിൽപ്പെട്ട വ്യക്തിയാണ് ഒട്ടും പ്രതീക്ഷയില്ല. അന്നങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ലാത്ത വിഷയത്തിന്മേൽ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾ
പ്രതിസന്ധികൾക്കിടയിൽ നമുക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ഒരു ദൈവം ജീവിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഏതൊക്കെ പ്രയാസങ്ങളുടെ മധ്യയായാലും എൻ്റെ ദൈവത്തിൻ്റെ കരം അതിനെ ചലിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. നമ്മളായിരിക്കുന്ന വിഷമകരമായ അവസ്ഥയില്ല, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരം ചലിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് ഈ നാമത്തിൻ്റെ ശക്തി, ഈ നാമത്തിൻ്റെ ബലം ഒക്കെ അനുഭവിച്ചതുകൊണ്ടാണ് ഈ ലോകത്തിലെ ന്യായം തനിക്ക് ലഭിക്കാതെ പോകുമ്പോഴും ദാവീദ് വ്യക്തമായിട്ട് പാടുന്നത്, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം 54:6 ഇങ്ങനെ പറയുന്നു, യഹോവേ നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഈ നാമത്തിൻ്റെ ബലവും ശക്തി മഹത്വം ഒക്കെ തിരിച്ചറിഞ്ഞ് ദാവീദ് പറയുവാണ്, യഹോവേ നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം പറയും. ഇന്ന് പകൽക്കാലം ഈ സ്ലോട്ടിക്കാരുന്ന ഓരോ പ്രിയപ്പെട്ടവരാ നമ്മുടെ ജീവിതത്തിന് അനുഭവങ്ങൾ ഇന്ന് പറയട്ടെ. കഴിഞ്ഞ രാത്രി കാലങ്ങളിൽ ദാസി പ്രാർത്ഥിച്ചപ്പോൾ ഉദ്ധരിച്ചതുപോലെ അനേകർ ഹല്ലേലൂയ പ്രയാസം അനുഭവിച്ചു, സ്വസ്ഥതയില്ലായിരുന്നു. അനേക കൂടാരങ്ങളിൽ സ്വസ്ഥതയില്ലായിരുന്നു. ശത്രു പലരെയും വലിച്ചുകൊണ്ടുപോയി. എന്നാൽ നമ്മുടെ കൂടാരങ്ങളെ സ്വസ്ഥതയോടെ പ്രാർത്ഥിച്ച ജീവനോട് ആയുസോടെ ഇന്ന് പകൽക്കാലം എഴുന്നേൽപ്പിച്ച ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാണ്. അത് ഈ നാമം നല്ലത് എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുവാണ്. ഇന്ന് പകൽക്കാലം എന്നെയും എൻ്റെ കുടുംബത്തെ ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ ഇടയാക്കിയതോർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അല്ലെ ഈ ബലമുള്ള ഗോപുരത്തിലേക്ക് ഓടിച്ച് അഭയം പ്രാപിക്കുവാനും നമ്മുടെ ശിഷ്ടായുസ് ദൈവം തന്നിരിക്കുന്ന ആ നന്മകള നമുക്ക് തന്നിട്ട് സകല പദവികളും തിരുനാമ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഞങ്ങളും ചോദിക്കുവാണ്. കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളും വർദ്ധിച്ചു വരുവാനിടെ നിങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് ലീഡേഴ്സ് എനിക്കായി കുടുംബത്തിനായി ഞാൻ വീണ്ടും സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഓരോ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തിൻ്റെ നാമം ബലമുള്ള ഗോപുരമാണ്. ഈ നാമം യഹോവേ നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി അതിന് സ്തോത്രം ചെയ്യുവാൻ തക്ക വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവത്തിലൂടെ ഇടയാകത്തോളം സമയം അനുവദിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിനെ താണിരിക്കുന്നു. ദൈവനാമം എല്ലാത്തിലും മഹത്വം എടുക്കട്ടെ. ആമേൻ.